മുഖ്യമന്ത്രിക്കെതിരെ മെക്കിട്ട് കയറാണെന്നും കെ എം ഷാജി ആയിട്ടില്ല. കെ എം ഷാജിയുടെ ഒരു കാര്യം പറയാനുള്ളത്, ആ നാക്ക് വാക്യകത്ത് ഒതുക്കി വെച്ച് മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്നതാണ് നല്ലത്. ഷാജിക്ക് വർത്തമാനം പറയാനെന്നും മുഖ്യമന്ത്രിക്കെതിരെ വർത്തമാനം പറയാനെന്നും കെ എം ഷാജി ആയിട്ടില്ല. നാക്കിന് ലൈസൻസ് ഇല്ല, എന്തും പറയുന്നയാളാണ് ഷാജി. മുഖ്യമന്ത്രിയെ പറയാൻ ഷാജി ആയിട്ടില്ല എന്നാണ്. അതെനിക്ക് തീരെ മനസ്സിലായില്ല. അതെങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയെ പറയാൻ ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്, ഏത് കോളേജിലാണ് പോകേണ്ടത്, എങ്ങനെയാണത് പറയാനുള്ള അവസരമെന്ന് റഹീം ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. കാരണം അത് റഹീമിന് മനസ്സിലാവുന്ന കാര്യമാണല്ലോ. കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ പറ്റാൻ ഏത് തരത്തിലാണ് സംസാരിക്കേണ്ടത്. പിന്നെ ഈ മുഖ്യമന്ത്രി ഭയങ്കര സംഭവമാണ്, അദ്ദേഹം വലിയ രാജാവാണ് എന്ന് CPM-മാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ CPM-മാർ ഒരു കാര്യം ചെയ്യണം. മൂപ്പരുടെ കുളിയും മൂപ്പരുടെ നീന്തലും മൂപ്പരുടെ പശുവിനെ നോക്കലൊക്കെ സ്വന്തം ചെലവ് നടത്താൻ പറയണം. കേരളത്തിലെ ജനങ്ങളുടെ ചെലവിലാണ് അദ്ദേഹത്തിൻ്റെ വണ്ടിയും അദ്ദേഹത്തിൻ്റെ കെട്ടിയോളും കുട്ടികളും മാത്രമല്ല പേരക്കുട്ടികൾ വരെ യാത്ര ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ നാട്ടിലെ ചെലവിലാണെങ്കിൽ ആ മുഖ്യമന്ത്രിയെ ജനാധിപത്യത്തിൽ വിമർശിച്ചിരിക്കും. അതല്ലാതെ പൂരപ്പറമ്പിൽ ആനനെ പോലെ മുഖ്യമന്ത്രിയെ കൊണ്ടു നടക്കണം, റഹീം കൊണ്ടു നടക്കണമല്ലോ. ഞങ്ങൾക്ക് അതിൻ്റെ ബാധ്യതയൊന്നുമില്ല. പിന്നെ പേടിപ്പിക്കലാണെങ്കിൽ ഷാജി നാവ് പുറത്തെടുത്താൽ ആ ജാതി പേടിയൊക്കെ കുറേ കണ്ടതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ആന കുത്തിയിട്ട് വീണിട്ടില്ല, പിന്നെയാണ് ആനപ്പിണ്ടം തടഞ്ഞിട്ട് വീഴാൻ പോണത്. അതുകൊണ്ട് റഹീം ആ തരത്തിലുള്ള ഈ നേതാക്കന്മാരെ കാണുമ്പോൾ, മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മൂത്രമൊഴിച്ചു പോകുന്ന പേടിച്ചിട്ട് സ്നഗ്ഗിയിട്ട് നടക്കുന്ന ആ റഹീമിനെ പോലത്തെ ഒരാളോട് എനിക്ക് പിന്നെ സത്യത്തിൽ ഡിബേറ്റ് ചെയ്യാൻ പോലും വലിയ മടി.